ഡോക്ടർ ഗൗരി. റൗണ്ട്സിന് പോകുമ്പോ പേഷ്യൻസിനെ ഡീറ്റെയിൽഡ് ആയി പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ പരാതി, റൗണ്ട്സിന് പോയി OP വൈകിപ്പിച്ചെന്ന് അവിടെ ഇരിക്കുന്നവരുടെ പരാതി വേറെ. എങ്ങനെയുണ്ട്? മെഡിസിൻ ഒന്ന് ചെക്ക് ചെയ്തു. ശരി ഡോക്ടർ. ഡോക്ടർ അവിടെ ഒന്ന് നിൽക്കണം. എന്റെ ഈ പരാതി കൂടി കേട്ടിട്ട് പോയാ മതി. ആശാലത പോണം. എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ അനിയനെ എന്തിനാ പോലീസ് കൊണ്ടുപോയെന്ന് എനിക്കറിയണം. അത് അനിയനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്. അവനോട് നേരിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവന്റെ ഭാഗത്താ ന്യായമെന്ന് എനിക്കറിയാം. എന്ത് ന്യായം? പകൽ സമയത്ത് ആണുങ്ങളില്ലാത്ത തക്കം നോക്കി വീട്ടിൽ കയറി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ പാതിയില് നിർത്തിക്കളഞ്ഞത്? അണ്ണാക്കിന്റെ പിരിവെട്ടിയോ? ആശാലത്ത് ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് പിന്നീടല്ല, ഇപ്പോഴാ സംസാരിക്കേണ്ടത്. പകൽ സമയത്ത് ആണുങ്ങൾ ആരും ഇല്ലാത്ത നേരം നോക്കി അവൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലേ അത് അവന്റെ പെണ്ണിനെ കാണാനാ. അവന് പറഞ്ഞു വെച്ച പെണ്ണാ മൈന. അവളോട് അവൻ സംസാരിച്ചെന്നിരിക്കും, കയറി പിടിച്ചെന്നിരിക്കും. അതൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാ? അല്ല, കുറെ വർഷമായില്ലേ തൊട്ടാ പൊട്ടുന്ന പരുവത്തിലുള്ള പെണ്ണിനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? അവള് നിങ്ങളുടെ ആരാ? ഹരിക്ക് അവളുമായിട്ടുള്ള റിലേഷൻ തട്ടും തടവും ഇല്ലാതെ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ ഗൗരിക്ക്? ഇല്ല അല്ലേ? ഈ നാട്ടുകാരുടെ മൊത്തം രോഗം ഭേദമാക്കുന്ന ഡോക്ടർക്ക് സ്വന്തം ഭർത്താവിന്റെ അസുഖം എന്താന്ന് കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക്. എവിടെ പോയിരുന്നിട്ട് ഈ സമയത്ത്? ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നമ്മുടെ കാലിക്കൊണ്ട് ആ മുള്ളെടുക്കാൻ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം മുത്തശ്ശ. അർജുനെ സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി യാചിച്ച് നമ്മൾ ആ ഹരിശങ്കന്റെ മുന്നിൽ പോകുന്നില്ല. അത് ഡോക്ടർ ഗൗരി തന്നെ ചെയ്തോളൂ. ഗൗരിയോ? അതെ, ഗൗരി തന്നെ. മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും പേഷ്യൻസിന്റെയും ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ അവളുടെ തൊലി ഉരിഞ്ഞെടുത്തു. തൊട്ടാൽ പൊട്ടുന്ന പരുവത്തിലുള്ളൊരു പെണ്ണിനെ എന്തിനാ ഭർത്താവ് പൊതിഞ്ഞു പിടിച്ചേക്കണെന്ന് തുറന്നങ്ങ് ചോദിച്ചു. ഹരി മൈനയുടെ ആരാന്ന് ചോദിച്ചപ്പോ വടി വിഴുങ്ങിയ പോലത്തെ നിൽപ്പൊന്ന് കാണേണ്ടതായിരുന്നു. മതി, അത്രയും മതി. ബാക്കി ഇനി പൊട്ടന്റെ അടുത്ത് പൊട്ടിക്കോളും. ഹലോ, CI സുഷമ ഹിയർ. ഞാൻ കരുണ ഹോസ്പിറ്റലിൽ നിന്നാ ഡോക്ടർ ഗൗരി ഹരിശങ്കർ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ മുൻ MP കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മകൾ ഗൗരി, സൂപ്രണ്ട് ഓഫ് പോലീസ് ഹരിശങ്കറിന്റെ ഭാര്യ. സോറി മാഡം, മനസ്സിലാവാത്തതുകൊണ്ടായിരുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു അർജുനല്ലേ? അയാള് എന്റെ വീട്ടിൽ വന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ SP സാർ പറഞ്ഞത് അങ്ങനെയല്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഹരിശങ്കറിനോട് ഞാൻ പറഞ്ഞോളാം. അയാളുടെ പേരില് കേസൊന്നും രജിസ്റ്റർ ചെയ്യണ്ട. അയാളെ വിട്ടേക്ക്. സോറി മാഡം, സാറിനോടൊന്നും ചോദിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചോളാം ഹരിയോട്. മാഡം, ബട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഡു വാട്ട് ഐ സേ. അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് പറയിക്കാം. അത് പക്ഷേ സുഷമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തു പറയുന്നു? ശരി മാഡം, വിട്ടേക്കാം. അർജുനെ റിലീസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. നാശം. ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പറയും, മറ്റൊരാൾ പുറത്തു വിടാൻ പറയും. ഇതൊക്കെ അനുസരിക്കുന്നവരുടെ ഗതികേടും.
കഴിപ്പിക്കാതെ ഇറങ്ങി പോ. ഗൗരി, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. എന്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഹരി, ഇത് ഒഫീഷ്യൽ കാര്യം മാത്രമല്ല, ഹീസ് യുവർ റിലേറ്റീവ്. അത്ര ഒരു തേർഡ് റേറ്റ് റാസ്കലിന്റെ പേര് പറഞ്ഞു നാണം കെടുത്തിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചു പറയണം, അല്ലാതെ എന്റെ പേര് ഉപയോഗിച്ച് സ്റ്റേഷനിലേക്ക് വിളിക്കുകയല്ല വേണ്ടത്. അവിടെയാ ഹരിക്ക് തെറ്റിയത്. കളപ്പുരയ്ക്കൽ ഗൗരിക്ക് കേവലം ഒരു SP-യുടെ പേര് പറഞ്ഞു വേണ്ട സ്വാധീനം ചെലുത്താൻ. ഐ എം ദ വൺ ആൻഡ് ഓൺലി ഡോട്ടർ ഓഫ് കരുണാകരൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ള ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ എന്റെ അച്ഛൻ. ഈ യൂണിഫോമിന്റെ ആയുസ് പോലും എന്റെ അച്ഛൻ തീരുമാനിക്കും. അങ്ങനെ നിന്റെ അച്ഛൻ എന്റെ കാക്കയുടെ ആയുസ് നോക്കിയ വിജിലൻസിൽ ഇപ്പോഴും അങ്ങേർക്കെതിരെയുള്ള കേസ് ഞാൻ കുത്തിപ്പൊക്കി എടുക്കും. തെളിവ് ഇപ്പോഴും എന്റെ കയ്യിലാ. അഴിയണിച്ചിട്ട് ചെവിക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കും. അങ്ങേരുടെ അല്ല, നിന്റെ മുഖത്ത്. എന്നെ തല്ലുവോ? എന്നാ അതൊന്നും കാണണല്ലോ. കാണാനൊന്നുമില്ല ഗൗരി. ഇന്ന് അർജുന്റെ കേസിൽ ഇടപെട്ട പോലെ നാളെ മറ്റേതെങ്കിലും കേസിൽ ഇടപെട്ടാൽ അടി കൊണ്ടിരിക്കുന്നേ. ആണിന്റെ തല്ലുകൊണ്ട് മുഖം പൊത്തി കരയുന്ന ഒരു പെണ്ണല്ല ഗൗരി. എനിക്കുണ്ട് കൈ. എന്താ ഇത്? രണ്ടുപേരും തല്ലുകൂടി കളിക്കാൻ പോവാണോ? ഇപ്പൊ എന്താ SP പ്രശ്നം? അർജുനേട്ടനെ ചേച്ചി വിളിച്ചു പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി, അത്രയല്ലേ ഉള്ളൂ. ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ രാത്രി ഹോസ്പിറ്റൽ മുഴുവൻ നടന്ന് ഏട്ടത്തെ നാറ്റിച്ചേനെ. അത് പറഞ്ഞ മനസ്സിലാവണ്ടേ? അപ്പൊ ഏട്ടന് നാണക്കേടില്ലേ? ഏട്ടൻ അറസ്റ്റ് ചെയ്തൊരാളെ ഏട്ടനോട് ചോദിക്കാതെ ഇറക്കി വിടുക എന്ന് വെച്ചാ അത് ഏട്ടന് നാണക്കേടല്ലേ? അതിവള് മനസ്സിലാക്കണ്ടേ? അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. രണ്ടുപേരും പരസ്പരം കാര്യം മനസ്സിലാക്കിയാൽ മതി. അതെ, തീർന്നു. നമുക്കിന്നാ ആഹാരത്തിലേക്ക് കിടക്കാം. ഒരു ചാൺ വയറിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഈ പെടാപ്പാട് പെടുന്നത്. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. നിനക്ക് വേണ്ടേടി? അവര് കഴിച്ചില്ലല്ലോ. എന്നാലേ നീ എല്ലാവരെയും ഊട്ടിയിട്ട് കഴിച്ചാ മതി. എനിക്ക് വിശക്കുന്നു. ഇതെന്താ നിങ്ങളുടെ വിചാരം? ആഹാരം വെച്ചുണ്ടാക്കിയതേ എനിക്ക് മാത്രം കഴിക്കാനാണോ? മര്യാദയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടോ? പച്ചവെള്ളം ഞാൻ കഴിക്കില്ല. പച്ചവെള്ളം കഴിക്കണ്ട, നല്ല വെള്ളമുണ്ട്. അത് കരിങ്ങാലിട്ടത്. മൈനെ, വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് വിശക്കുക, ഞാൻ വരാം. ഏട്ടാ, ഏട്ടൻ വരുന്നില്ലേ? ഞാൻ വരാം. കഴിക്കാതിരുന്ന ഞാനും ഇവിടെ നമ്മൾ എന്താ വ്യത്യാസം? അവരുടെ ഊണ് കഴിയുമ്പോ അങ്ങോട്ട് വരണം കേട്ടോ. കഴിക്കുന്നുണ്ടോ അതോ ഇട്ടേച്ച് പോവോ? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. ഗൗരി കൂടിയില്ലാതെ ആഹാരം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോ വേണ്ട. മാനസേ, ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി കൂടെ വേണം. ഈ പറഞ്ഞതൊക്കെ കള്ളത്തരവാ. ഒന്നിച്ചിരുന്നില്ലെങ്കിൽ ആഹാരം ഇറങ്ങൂല.
വയലന്റാ. നമുക്ക് ഒരു സൈഡ് മാറിയും കിടക്കാം. വേണ്ട, രണ്ടുപേരും ഇവിടെ തന്നെ കിടന്നു. ഞാൻ മാറിക്കോളാം. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ, എല്ലാരും കഴിച്ചല്ലോ. മോളെ, അമ്മയെ വിളിച്ചാലും ചോദിക്കേ, വരാത്തല്ലേ? എനിക്ക് വേണ്ട. മൈനച്ചിട്ട് കാത്തിരിക്കാം അമ്മേ. ഇരിക്കട്ടെ, അവൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കഴിച്ചല്ലോ, അത് മതി. ഗൗരി, നിന്നോട് സംസാരിക്കണ്ടെന്ന് വിചാരിച്ച, എന്നാലും ചോദിക്ക, ആരെവിടെ വേണ്ടപ്പെട്ടവര്? ഹരിയും മൈനയും തമ്മിൽ ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടെന്ന് അർജുന്റെ സഹോദരി എന്നോട് പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോ എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മൈനയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ കൈവീശ ഒരു അടിയല്ലേ നീ കൊടുക്കേണ്ടത്? കൊടുത്തേനെ ഞാൻ, മര്യാദ ഓർത്തിട്ടോ, ഇല്ലെങ്കിൽ കവിളത്ത് പൊട്ടാൻ ഭാഗത്തിലൊന്ന് കൊടുത്തേനെ. ഗൗരി, മനസ്സിൽ ഞാൻ മാനസയുടെയും മൈനയുടെയും പേര് ഒരുമിച്ച് കൂട്ടിയാ വായിക്കുന്നത്. മാനസ മൈന. ഞാനും അങ്ങനെ തന്നെയാ. എന്റെ മനസ്സിലും മാനസയും മൈനയും രണ്ടല്ല, മാനസ മൈനയാ. നീയല്ലേ ഇവിടുത്തെ മഹാറാണി. മോള് പറയുന്നല്ലേ അച്ഛനും അമ്മ അനുസരിക്കുക. ഒരു മറ്റേടത്തെ SP-യും അവന്റെ ഒരു എർത്ത് CA-യും. പോലീസ് ഏമാന്മാരെ ഒത്തിരി കണ്ടിട്ടുള്ളവൻ അർജുൻ. എന്നോട് കളിച്ചാ തൊപ്പി വെക്കാൻ പിന്നെ തല കാണത്തില്ല, പച്ച മണ്ണിൽ കിടന്ന് ഉരുളും. ഓ, അതുകൊണ്ടാണല്ലോ ഒളിച്ചോടി തറവാട്ടിലൊന്ന് നിൽക്കണത്. നീ നേരെ ചെന്ന് പിടിച്ചോണ്ടിങ്ങി പോര്. ഒരു രാത്രി ആണിന്റെ കൂടെ കഴിഞ്ഞാ പിന്നെ പെണ്ണങ്ങോട്ട് പോവാനാ? എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു കൊച്ചുമോന്. ഇപ്പോഴെന്താ മുത്തശ്ശന്റെ നാവിറങ്ങിപ്പോയോ? സാമം, ഭേദം, ദണ്ണം എല്ലാം കൂടി തോറ്റു തുന്നം പാടിയില്ലേ? എന്റെ ദേഹത്ത് കൈവച്ചതിന് ആ CA-യോട് എണ്ണി എണ്ണി സമാധാനം പറയിക്കും ഞാൻ. തൽക്കാലം നീ അതിനൊന്നും പോവണ്ട. പെണ്ണിനും മണ്ണിനും വേണ്ടി പടക്കിറങ്ങുമ്പോ അനുകൂലമായ സമയം കൂടി നോക്കണം. അത് തന്നെയാ ഞാനും പറയുന്നത്. ആ സമയത്തുമ്പോ ഈ ആശാലത തന്നെ നിന്റെ കാൽച്ചുവട്ടിൽ ഇട്ടു തരും ആ മൈനെ. അതിന് അവളൊന്ന് ഇറക്കി കിട്ടണ്ടേ ആ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തെന്ന്? ലക്ഷ്മണരേഖ സീതയെ കൊണ്ട് മറികടപ്പിക്കാൻ ശ്രീരാമചന്ദ്രൻ കാണിച്ച ആ ബുദ്ധിയില്ലേ, അതാണ് ഇനി നമുക്ക് വേണ്ടത്. ശത്രു ബലവാനാണെങ്കിൽ തലയൊന്നല്ല 10. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് വേണമെങ്കിൽ 8 വരെ കൊടുക്കാം. നീ ഒരു 6:45 ഉറപ്പിക്കാമെന്ന് നോക്ക്. നടന്നാൽ നിനക്ക് കൊള്ളാം. എന്നാ നീ ഇങ്ങോട്ട് വിളിക്കേ. എന്താ പുതിയൊരു ഇടപാട്? കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ബൈപ്പാസിനടുത്ത് നല്ല കണ്ണായ ഒരു സ്ഥലം. ആര് കണ്ടാലും കണ്ണടച്ച് 10 കോടി കൊടുക്കും. പക്ഷെ ഉടമസ്ഥന് ഇപ്പൊ ഇത്തിരി കഷ്ടത്തിലാ. ഇപ്പൊ ഒറ്റ പിടിപിടിച്ച ചുളുവിലേക്ക് ആ ഭൂമി ഇഞ്ഞു പോരും. അതിന് പണം എവിടുന്നാ? പണമല്ലേടി അടുത്ത മാസം പൂമാലയും ചാർത്തി നമ്മുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത്. അതിനെപ്പറ്റി ഞാൻ അരവിന്ദേട്ടനോടൊന്ന് സംസാരിക്കാനിരിക്കായിരുന്നു. എന്ത് നല്ല കാര്യം പറഞ്ഞാലും കാണും അവക്കൊരുടക്ക്. എന്താണേലും നീ പറഞ്ഞു തൊലയ്ക്കേ. വേണുവിനെ കൊന്നുകളയാൻ തന്നെ ഒരു ശ്രമം ഉണ്ടായിരുന്നിട്ടും അതേപ്പറ്റി ഒരു വാക്ക് പോലും സംശയം പറഞ്ഞില്ല മാനസ. ഭാവി വരനെപ്പറ്റി അങ്ങനെ ഒരു സംശയമില്ലാതെ ഒരു പെൺകുട്ടി പൊറുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അവനെപ്പറ്റി അവൾക്കൊന്നും അറിയില്ലെന്നാണ്. അല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന്. വഴിമുടക്കിയാണേലും നീ ഇപ്പൊ പറഞ്ഞതിൽ അല്പ കാര്യമുണ്ട്. ലോകത്തൊരു പെണ്ണും അങ്ങനെ പെരുമാറില്ല അരവിന്ദേട്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ 100 സംശയം ഉന്നയിക്കുന്നതാ പെണ്ണിന്റെ മനസ്സ്. ഭാവി ഭർത്താവിന്റെ കാര്യത്തിൽ 1000 പ്രാവശ്യം ഹരിച്ചും ഗുണിച്ചും മാത്രമേ ഒരു തീരുമാനത്തിലെത്തൂ. അതിന്റെ നിജസ്ഥിതി അറിയാൻ എന്താ ഒരു വഴി? എനിക്ക് മാനസയോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സറിയാൻ പറ്റൂ. അങ്ങനെയാണ് നീ തനിച്ചു പോവണ്ട. കല്യാണം തന്നെ കുളവാക്കി കൈ തരും. ഞാനും കൂടെ വരാം.
നല്ല മഴയുണ്ട്. ഞാനും ഗൗരിയും വീട്ടിലില്ലാന്ന് കരുതി പകല് മുഴുവൻ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ല ഏട്ടാ. മൈനയുടെ ജോലി ഒതുങ്ങിയിട്ട് രണ്ടാളും കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങിക്കോ. എന്തിനാ? വല്ലതും പർച്ചേസ് ചെയ്യാനുണ്ടാവില്ലേ നിനക്ക്? എനിക്ക് വേണ്ടതൊക്കെ എന്റെ ഏട്ടനെ അറിഞ്ഞു വാങ്ങി തരാറില്ലേ, പിന്നെ എന്ത് വാങ്ങാനാ? അതല്ല മോളെ, കല്യാണം ഇങ്ങടുത്തില്ലേ, നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടാവില്ലേ? ഒന്നുമില്ല, വെറുതെ നേരം കളയാതെ ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ നോക്കി. സത്യത്തിൽ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനൊരു മടി. ഇനി എത്ര നാളാ നീ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുക? ഇനി ചിലപ്പോ വേണുഗോപൻ പറഞ്ഞാൽ രണ്ടാളും കൂടി എബ്രോഡാണ് സെറ്റിൽ ചെയ്യുന്നെങ്കിലോ? ഏട്ടന് എന്റെ മോളെ സ്നേഹിച്ച് മതിയായില്ല. ഇത് എന്റെ ഏട്ടനോ അച്ഛനോ അതോ അമ്മയോ? മോള് തന്നെ പറ. എന്റെ എല്ലാം. മതി മതി, ഇനി ഇവിടെ നിന്നാ ഏട്ടൻ കൂടുതൽ സെന്റിമെന്റിലാവും. പോട്ടെ മോളെ. എന്താ? എന്തെടുക്കായിരുന്നു അവിടെ? ഞാൻ വെറുതെ വായിക്കായിരുന്നു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? പോലീസേമാനൊക്കെ പോയി വന്നേ. അല്ല, എങ്ങോട്ടാ? കിച്ചണിലേക്ക്, സിദ്ധാർത്ഥ രാജകുമാരന്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക്. അംഗരക്ഷകയായി നമുക്ക് മൈനയും കൂട്ടാം. വാ. മതിയടോ, ഒരുപാട് അങ്ങ് പതിപ്പിക്കണ്ട. ഇനി താൻ കണ്ട കാര്യങ്ങൾ മണിമണിയായി സാറിന്റെ അടുത്ത് അങ്ങ് പറഞ്ഞേ. അത് പിന്നെ സാറേ, അന്ന് രാത്രി ഒരു 8:30 കാണും. ആ സമയത്ത് മുഖത്തും ഷർട്ടിലും ചോരയൊക്കെ ആയിട്ട് ഒരാള്. അയാൾ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല സാറേ, അയാൾ ആരെയോ പേടിച്ച് ഓടുന്നതായിട്ടാ ഞാൻ കണ്ടത്. എന്നിട്ട് അയാൾ എങ്ങോട്ടാ പോയത്? അത് ചുമ്മാ നിന്ന് നാടോടി നൃത്തം കളിക്കാതെ ഉള്ള കാര്യം പറയണോ? ആ വളവിനപ്പുറം വരെ പോകുന്നതായിട്ടേ കണ്ടുള്ളൂ സാറുമാരെ. SP ഹരിസാറിന്റെ വീടല്ലേ അതിനപ്പുറം? അതെ സാർ.